സന്തോഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു നൊത്തോലി മീനാണ് അവിയൽ വയ്ക്കുന്നത്. അതിന് വേണ്ടി നല്ലവണ്ണം കഴുകി ഉപ്പിട്ട് കഴുകി ഇവിടെ വെച്ചിട്ടുണ്ട്. ഒരു 1/2 കിലോ നൊത്തോലി വരും. ഒരു ചട്ടിയിൽ നമ്മൾ മുരിങ്ങയ്ക്ക, പച്ചമുളക്, പച്ച തക്കാളി, ഈ മണമുള്ള എരിവുള്ള മുളക്, അത് കറിവേപ്പിലയും കൂടെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി അരപ്പ് തയ്യാറാക്കാൻ വേണ്ടി 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, എരിവിനനുസരിച്ച് മുളക് പൊടി ഇടണം. ഞാനിവിടെ 1.5 സ്പൂൺ ഇട്ടു. കുറച്ച് പുളി, ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് അടിച്ചു കൊണ്ടുവരാം. അരഞ്ഞു പോകരുത്, അല്പം വെള്ളം ഒഴിക്കാം. റെഡിയായി. ഈ അരപ്പ് നമുക്ക് ഈ പച്ചക്കറികളിൽ ഇട്ട് കൊടുക്കാം. പച്ചക്കറി വയ്ക്കുമ്പോൾ പുളി ചേർക്കില്ല. മീനിന് നമ്മൾ പുളി ചേർത്താണ് അരയ്ക്കുന്നത്. ഇതൊന്ന് ഇതിലേക്ക് കഴുകി വെച്ച മീനും കൂടെ വാരി വെച്ച് നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. നമുക്ക് മൂടി വെച്ച് ഒന്ന് ഒരു 10 മിനിറ്റ് ഇരിക്കട്ടെ. അടപ്പൊന്ന് മാറ്റി നോക്കാം. തിളച്ച് വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കൂടുതൽ ഇളക്കിയാൽ പൊടിഞ്ഞു പോകും. ഈ അടപ്പ് ഇങ്ങനെ അടയ്ക്കുന്നത് കറി തിളച്ച് തൂവാതിരിക്കാനാണ്. ഒന്നുകൂടി നമുക്ക് തുറന്ന് നോക്കിയിട്ട് അല്പം ഉലുവപ്പൊടി ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് ഒന്ന് ചിറ്റിച്ച് കൊടുക്കാം. ഒരു 2 മിനിറ്റ് കൂടെ ഇരുന്ന് എണ്ണ ഒന്ന് തെളിഞ്ഞ് വരട്ടെ. അടപ്പൊന്ന് മാറ്റി നോക്കാം. കറി ഇവിടെ റെഡിയായി. അറിഞ്ഞൂടാത്തവർ ചെയ്ത് നോക്കണം. പുളിയും ഉലുവപ്പൊടിയും മീനിനായതുകൊണ്ടാണ് ഇട്ടത്, അല്ലാതെ പച്ചക്കറി അവിയൽ വയ്ക്കുമ്പോൾ നമ്മളിടില്ല. അറിഞ്ഞൂടാത്തവർ ചെയ്ത് നോക്കണം. ഇപ്പോഴത്തെ കൊച്ചു പിള്ളേർക്ക് വേണ്ടി ഞാൻ ഇട്ടതാണ്. ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.